ഇന്റർവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആണ്. എന്റെ പേര് മുഹമ്മദ് സാലി, കോഴിക്കോട് മടവൂരാണ് സ്വദേശം. താമസിക്കുന്നത് ഇപ്പം വാടകയ്ക്കാണ്, വാടക വീട്ടിലാണ്. പിന്നെ ഇതെന്റെ ഭാര്യ. എന്റെ പേര് അത്തിക്ക. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ജന്മനാല് ഭിന്നശേഷിക്കാരനാണ്. ഓർത്തോ ബേസ്ഡ് ഡിസബിലിറ്റി ആണ് എനിക്ക്, സെറിബ്രൽ പാൾസി ആണ്. ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് വന്നത് ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ പുതിയത് മാത്രമല്ല, ആദ്യത്തെയും കൂടി വീഡിയോ ആണ്. പിന്നെ അതിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആണ്. എന്റെ പേര് മുഹമ്മദ് സാലി, കോഴിക്കോട് മടവൂരാണ് സ്വദേശം. താമസിക്കുന്നത് ഇപ്പം വാടകയ്ക്കാണ്, വാടക വീട്ടിലാണ്. പിന്നെ ഇതെന്റെ ഭാര്യ. എന്റെ പേര് അത്തിക്ക. ഞാന് പാലക്കാട് മണ്ണാർക്കാട് ടൗണിലാണ് എന്റെ വീടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മെയിൻ വളർച്ച. നമ്മള് പുതിയ ടീമുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എങ്ങനെ ഇൻട്രോ എടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പൊതുവെ ക്യാമറക്ക് മുമ്പിൽ ഒരാളാണ്. അപ്പോ എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. എങ്ങനെയാണ് ഞങ്ങളെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നോ അതിലെന്തൊക്കെ പോരായ്മ ഉണ്ടെന്നൊക്കെ കമന്റിലൂടെ അറിയിക്കാം. ഇവിടെ താമസിക്കുന്നത് ഞാൻ, ഭാര്യ, 3 ആൺമക്കളാണ് എനിക്കുള്ളത്. അതില് മൂത്താള് മുഹമ്മദ് സഹീന്. അവന് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ പാരമ്പര്യം മർക്കസിലാണ്. പിന്നെ വരുന്നത് രണ്ടാമത്തെ ആള് മുഹമ്മദ് സിഷാന്. അവന് 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ ആള് മുഹമ്മദ് സയാൻ, UKG പഠിക്കണം. ഇപ്പൊ മക്കളൊക്കെ വീഡിയോ എടുക്കുമ്പോ എല്ലാരും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എക്സാമിലാണുള്ളത്. വീഡിയോ എടുത്തിട്ട് വേണം അവരെ പോയി വിളിച്ചുകൊണ്ടുവരാണ്. പിന്നെ ഞങ്ങള് വെച്ചാല് മക്കളെ പറ്റി പറയുകയാണെങ്കിൽ മക്കള് ഉഷാറാണ്, അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാല് ചെറിയൊരു പ്രശ്നങ്ങളെ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടതാണ്. ജോലി നഷ്ടപ്പെട്ടതല്ല, കമ്പനീന്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം കമ്പനി ക്ലോസ് ആയിപ്പോയി. അങ്ങനെ ജോലി ഇല്ലാണ്ടായി. അപ്പൊ ജോലി വേറെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ആശയം തോന്നിയതാണ്. എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ കയറുന്നൊക്കെ പറയുന്നതല്ലാണ്ട് നമ്മളിതുവരെ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരാനുള്ളത് വിളിച്ചോണ്ട് തീരുമാനിക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ ഞാന് കോഴിക്കോടാണ്. ശരിക്കും കോഴിക്കോട് ടൗൺ ഭാഗത്താണ് എൻ്റെ പ്രോപ്പർ പ്ലേസ് വരുന്നത്. അവിടെ നിന്ന് 20 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഇവളാണെങ്കിൽ പാലക്കാടാണ്, പാലക്കാട് മണ്ണാർക്കാടാണ്. ഞങ്ങളത് ഒരു അറേഞ്ച് മാരേജ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നിച്ച് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് പറയും. വെച്ചാല് നമുക്കിപ്പോ ഇന്റർവ്യൂ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്കൊരിപ്പോ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. അങ്ങനെയാണുള്ള അതിന്റെ ഒരു കാര്യങ്ങളൊന്നും അത് ഞങ്ങളെ ഒരു ഇതില് ചെയ്യാണ്. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. പിന്നെ നമ്മളെ മക്കളെ പറയുകയാണെങ്കിൽ മക്കൾക്ക് മൂത്താക്ക് 13 വയസ്സായി. പിന്നെ അവനാണ് ഇതാ ഈ സ്ലൈഡില് കാണുന്നത് നിങ്ങൾ. പിന്നെ രണ്ടാമത്തെ ആള് മുഹമ്മദ് സിഷാൻ പറഞ്ഞത്, അവനിപ്പോ 10 വയസ്സായി. പിന്നെ ലാസ്റ്റ് വൺ ഈ ചിത്രം വരയ്ക്കുന്നതാണ് മുഹമ്മദ് സിഷാൻ. ചിത്രം വരച്ചുകൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ ആർട്ട്പരമായിട്ടുള്ള ഓരോ ഇതാണ്. പിന്നെ ലാസ്റ്റ് വൺ ആണ് മുഹമ്മദ് സയാൻ. മൂപ്പര് കുറച്ചൊരു കുറുമ്പനാണ്. കുറുമ്പന മീൻസ് വികൃതി കൂടുതലാണ്. എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ് ആള്. സൈക്കിളിൽ കളിക്കാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫാമിലി ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ
എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ജന്മനാല് ഭിന്നശേഷിക്കാരനാണ്. ഓർത്തോ ബേസ്ഡ് ഡിസബിലിറ്റി ആണ് എനിക്ക്, സെറിബ്രൽ പാൾസിയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കമ്പനിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വന്ന് അപ്പോൾ അങ്ങനെ അത് എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു കുറച്ച് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ വെക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം ജീവിതം കഴിഞ്ഞു പോകുന്നു. പിന്നെ എന്നെ പറ്റി പറഞ്ഞാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വെച്ചാൽ നടക്കാനേ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 12 വയസ്സ് വരെയൊക്കെ കണ്ടിന്യൂ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങളെ രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കൾ മീൻസ് ഉപ്പ, ഉമ്മ, വല്യുപ്പ, വല്യുമ്മ, അവരൊക്കെ തന്നെയാണ് എന്നെ നോക്കിയതും ഈ ലെവലിലാക്കിയതും. തീരെ നടക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വെച്ചാൽ അവർക്ക് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം. വെച്ചാൽ നമ്മൾക്ക് ഓരോ കാലഘട്ടം കഴിയുന്നതനുസരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ കാണാതായപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മുഖാന്തരം ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ആ ട്രീറ്റ്മെന്റ് 8ാം മാസം തൊട്ടാണ് ഏകദേശം തുടങ്ങിയത് തോന്നുന്നു. 8 മാസമുള്ള സമയത്ത് അത് മുതൽ 12 വയസ്സ് വരെ കണ്ടിന്യൂ ആയിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിലും. ആ ട്രീറ്റ്മെന്റിന്റെ പ്രയത്നം കൊണ്ടാണ് ഈ ലെവലിൽ ഞാൻ നടന്നു കണ്ടത്. പിന്നെ യാത്രകളൊക്കെ ഉണ്ട്, 2 വീലർ ഉണ്ട്, ചെറിയൊരു 4 വീലറും കൂടി ഉണ്ട്. ആ 4 വീലർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കറി വെക്കാൻ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ. പിന്നെ വൈഫ് ജോലിയൊന്നും ഇല്ല, ഹൗസ് വൈഫാണ്. ജോലിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെ പ്രയാസങ്ങളൊക്കെ കൊണ്ട്, ചെറിയ കുട്ടികളാണല്ലോ, അവരെ വിട്ടിറങ്ങി പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടോടെ ജോലി ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നല്ല, അതിന് ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട്. TTC കഴിഞ്ഞതാണ്. പിന്നെ പോവാനുള്ളൊരു സാഹചര്യം വന്നില്ല, അതുകൊണ്ട് പോവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കണം. ഇപ്പൊ മക്കളൊക്കെ 3 പോക്ക് തുടങ്ങി. ഇപ്പൊ അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ബയോഡാറ്റ കൊടുത്തിടുന്നുണ്ട്. വിളിക്കുമായിരിക്കും പ്രതീക്ഷ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള്. എന്തായാലും നിങ്ങള് കറക്റ്റ് സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങൾക്ക്. നിങ്ങളിലൊക്കെയാണ് ഞങ്ങളെ പ്രതീക്ഷ കിടക്കുന്നത്. എങ്ങനെ ഇതിന്റെ ഭാവി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിലിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിട്ടും പിടിച്ചിട്ടൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആശയം സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തന്നെ നമ്മളത് വീഡിയോ ഫസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ കുറച്ച് ഷോർട്സ് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞില്ല, 2 ആഴ്ച കഴിഞ്ഞ് നമ്മളത് ആക്റ്റീവായിട്ട്. ഷോർട്സില് പിന്നെ മക്കളാണ് കാണാൻ, മക്കളുണ്ട് ഷോർട്സില്. മക്കള് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എല്ലാവരും വ്യൂസ് ഉണ്ടാവണം. ഞങ്ങൾക്ക് ഷോർട്സിനേക്കാളും മെയിനായിട്ട് നമ്മളെ വീഡിയോ കാണാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാം. നമ്മളെ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനൊന്ന് കൂട്ടിത്തരാം. അത്രേ ഉള്ളൂ. നമ്മൾ കഴിയുന്ന മാതിരി ഞങ്ങൾ ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കും. ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇടാനും കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. മാക്സിമം നമ്മൾ ശ്രമിക്കും. എന്തായാലും ഒരു വീഡിയോ എന്തായാലും മാക്സിമം നമ്മൾ ഡെയിലി ഇടാൻ ശ്രമിക്കും. നമ്മൾ ഏതൊക്കെ ലെവലിൽ ഇടും എന്നുള്ള കാര്യമൊന്നും ഇപ്പം പറയാൻ കഴിയില്ല. പല ഞങ്ങൾ ലൈഫിൽ എന്തൊക്കെ വരുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇടാനാണ് ഞങ്ങളുടെ പ്ലാനിങ്. അല്ലാണ്ട് ഒരു കാറ്റഗറി മാത്രമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പല കാറ്റഗറി ആയിട്ട് നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന, അതായത് റൂട്ടീനായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോഴും, ചിലപ്പം ഞങ്ങളെ കച്ചവടത്തിനെ കുറിച്ചായിരിക്കും, ചിലപ്പം മറ്റുള്ള പുറത്തത്തെ കാര്യങ്ങളായിരിക്കും. പിന്നെ ചെറുതായിട്ട് ഞാൻ പാട്ടൊക്കെ പാടലുണ്ട്. അത് പ്രതീക്ഷിക്കാം. പാട്ട് മീൻസ് വലിയ പ്രൊഫഷണൽ ഗായകനൊന്നല്ല, ചെറുതായിട്ട് ഞാൻ പ്രോഗ്രാമിലൊക്കെ പാടലുണ്ട്. പ്രോഗ്രാം മീൻസ് ഓരോ കമ്പനി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാവല്ലോ. ആ ഫംഗ്ഷന്, പിന്നെ കല്യാണ ഫംഗ്ഷൻ, അങ്ങനത്തെ ഒക്കെ പരിപാടിക്ക് പാടല്ലാണ്ട് അല്ലാതെ
ഗാനങ്ങളൊക്കെ അങ്ങനെ ഒന്നും പോയിട്ടില്ല. അപ്പോ ഇത്രയൊക്കെ വലിയ ഗായകനൊന്നല്ല, ചെറുതായിട്ട് പാട്ടാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഉള്ളു. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം അങ്ങനത്തെ ഓരോ വീഡിയോസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാ? ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞങ്ങള് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. ബാക്കി എല്ലാവരും കട്ട സപ്പോർട്ട്, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കാം. ബൈ.